ഈ ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് വെദർ 5 minus 2, 6, 4 and 7 minus 2 are the vertices of an isosceles triangle. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വൽ ആവുന്ന ട്രയാങ്കിൾ. ഇതിപ്പോൾ ഞാൻ ഇത് റഫായിട്ട് വരച്ചതാണ്. രണ്ട് സൈഡ് ഈക്വൽ ആവുന്ന ട്രയാങ്കിളാണ് ഐസോസെലസ് ട്രയാങ്കിൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. എ എന്ന് പറഞ്ഞ പോയിൻ്റ് ഇതിപ്പോൾ ഞാൻ റഫായിട്ട് വരച്ചതാണേ. എ എന്ന് പറഞ്ഞ പോയിൻ്റ് 5 minus 2. എ എന്ന് പറഞ്ഞ പോയിൻ്റ് 5 minus 2. നെക്സ്റ്റ് പോയിൻ്റ് 6, 4 ആൻഡ് തേർഡ് പോയിൻ്റ് 7 minus 2. ഈ ട്രയാങ്കിൾ ഐസോസെലസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഓരോ സൈഡിൻ്റെയും ലെങ്ത്ത് കാണണം. ആദ്യം തന്നെ നമുക്ക് എ ബി കാണാം. ഡിസ്റ്റൻസ് ഫോർമുല അറിയാമല്ലോ. ഫോർമുല വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. അപ്പോൾ എ ബി ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ. എ ബി കാണണമെങ്കിൽ എയും ബിയും നോക്കാം, മറ്റേ പോയിന്റ് നോക്കണ്ട. എ ബി കാണണമെങ്കിൽ എയും ബിയും നോക്കാം. x2 - x1, 5 - 6. അത് ഓർഡർ മാറിയാലും കുഴപ്പമില്ല കേട്ടോ. 5 - 6 എന്നോ 6 - 5 എന്നോ എഴുതാം. ഏത് എഴുതിയാലും കുഴപ്പമില്ല. എക്സ് കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് സ്ക്വയർ പ്ലസ് വൈ കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് സ്ക്വയർ. അങ്ങനെ ഫോർമുല വായിക്കാം. √(x2 - x1) ചെയ്താൽ 5 - 6 സ്ക്വയർ പ്ലസ് y2 - y1 ചെയ്താൽ -2 - 4 സ്ക്വയർ. -2 - 4 സ്ക്വയർ. നോക്കിയേ, x2 - x1 സ്ക്വയർ പ്ലസ് y2 - y1 സ്ക്വയർ ചെയ്തു വരുമോ 5 - 6 -1 ആണ്. -2 - 4 -6 ആണ്. ((-1 സ്ക്വയർ 1) -6 സ്ക്വയർ 36. √37 എന്ന് കിട്ടും. എ ബി എത്ര കിട്ടി? √37. അവിടെ എഴുതി വെക്കാം, √37. ഇനി നമ്മൾ അടുത്ത സൈഡ് ഏതാണ്? ബി സി കാണാൻ പോവാണ്. ബി സി കാണുമ്പോൾ ബിയും സിയും ആണ് നമ്മൾ നോക്കേണ്ടത്. ഫോക്കസ് ചെയ്യേണ്ടത് ബിയും സിയും ആണ്. ബിയും സിയും, ബിക്കും സിക്കും ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസ് ആണ് കാണാൻ പോകുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല പ്രകാരം ബിക്കും സിക്കും ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസ് x2 - x1 സ്ക്വയർ എന്ന് പറയുമ്പോൾ x2 - x1 എന്ന് പറഞ്ഞാൽ 7 - 6. 7 - 6 സ്ക്വയർ പ്ലസ് y2 - y1 എന്ന് പറഞ്ഞാൽ -2 - 4 സ്ക്വയർ. -2 - 4 സ്ക്വയർ. ശരിയാണോ? √(x2 - x1 സ്ക്വയർ പ്ലസ് y2 - y1 സ്ക്വയർ ചെയ്തു വരുമ്പോൾ (7 - 6) 1 ആണ്. 1 സ്ക്വയർ. ഇത് -2 - 4 -6 ആണ്. -6 സ്ക്വയർ. ഇത് √(1 + 36) കിട്ടും. ശരിയല്ലേ? 1 + 36. 1 + 36 എന്ന് പറഞ്ഞാൽ √37 ആണ്. ബി സി എത്ര കിട്ടി? √37. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുണ്ട് അല്ലേ. എ ബിയും, ഇത് റഫാണ് ഈ ഫിഗർ, എ ബിയും ബി സിയും ഈക്വലാണ്. തേർഡ് സൈഡും കൂടിയും കണ്ടേക്കാം. തേർഡ് സൈഡ് ഡിഫറൻ്റ് ആയിട്ട് വരണം. രണ്ട് സൈഡ് മാത്രമേ സെയിം ആയിട്ട് വരാൻ പാടുള്ളൂ. തേർഡ് സൈഡ് ഡിഫറൻ്റ് ആയിരിക്കണം.
ഇനി നമ്മൾ എ സി കാണാൻ പോവാണ്. എ സി കാണണമെങ്കിൽ നമ്മൾ എയും സിയും ആണ് നോക്കേണ്ടത്. എക്കും സിക്കും ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് x2 മൈനസ് x1 5 മൈനസ് 7 അല്ലേ, 5 മൈനസ് 7 സ്ക്വയർ പ്ലസ് -2 മൈനസ് ഓഫ് -2, അതായത് y2 മൈനസ് y1 ആണ്. -2 മൈനസ് ഓഫ് -2 -2 മൈനസ് ഓഫ് -2 സ്ക്വയർ. ഇങ്ങനെ വന്നു. റൂട്ട് ഓഫ് 5 മൈനസ് 7 എന്ന് പറഞ്ഞാൽ -2 ആണ്. -2 സ്ക്വയർ പ്ലസ് ഇവിടെ -2 പ്ലസ് 2 എന്ന് വരും. -2 പ്ലസ് 2 0 ആണ്. ഇത് റൂട്ട് ഓഫ് -2ൻ്റെ സ്ക്വയർ 4. ഓക്കെ ആണോ? പിന്നെ 0ൻ്റെ സ്ക്വയർ 0, അത് എഴുതണ്ട. റൂട്ട് 4 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ സി 2 കിട്ടി. അപ്പോൾ അവസാനം നമുക്ക് ഇങ്ങനെ എഴുതാം, 2 sides ആർ ഈക്വൽ അല്ലേ? ഏതൊക്കെ സൈഡാണ്? എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു റൂട്ട് 37. 2 sides ആർ ഈക്വൽ, hence isosceles.